ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. വിശുദ്ധ ബൈബിളിൻ്റെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് സത്യത്തിൽ സകലത്തെയും ഉൽപ്പത്തിയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ചരിത്രരേഖയാണ് ഉൽപ്പത്തി പുസ്തകം. എങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്, ഭൂമി എങ്ങനെ ഉണ്ടായി, നക്ഷത്രങ്ങളുടെ സ്ഥിതിവിവരക്കണക്കുകൾ, വൃക്ഷലതാദികൾ, പക്ഷിമൃഗാദികൾ, ഇവയെക്കുറിച്ചൊക്കെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ മതിയാകും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ചരിത്ര വസ്തുതകൾ ഉൾക്കൊള്ളുന്ന സൃഷ്ടിപ്പിൻ്റെ ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകം. അതിൽ സൃഷ്ടിപ്പിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സൃഷ്ടിപ്പ് മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. സകല സൃഷ്ടികളെക്കാളും ഒക്കെ മേത്തരമായ അല്ലെങ്കിൽ അവർണ്ണനീയമായ വളരെ ശ്രേഷ്ഠകരമായ രീതിയിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്ന് ബൈബിളിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സകല പക്ഷി മൃഗാദികളെക്കാളിലും ശ്രേഷ്ഠനാണ് മനുഷ്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവരേക്കാളും ശ്രേഷ്ഠനാണ്. പശുവിനേക്കാൾ, പൂച്ചയേക്കാൾ, പട്ടിക്കുട്ടിയേക്കാൾ, ഈ ഭൂമിയിൽ അധിവസിക്കുന്ന സകല ചരാചരങ്ങളെക്കാൾ ശ്രേഷ്ഠനായി ദൈവം മനുഷ്യനെയാണ് സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ബൈബിൾ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതിയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. മനുഷ്യനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വേദഭാഗമാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. അവൻ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. സ്വരൂപവും സാദൃശ്യവും എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ തന്നെ സൃഷ്ടിച്ചു എന്നാണ്. സ്വരൂപം എന്ന് പറയുമ്പോൾ, സാദൃശ്യം എന്ന് പറയുമ്പോൾ ദൈവം എങ്ങനെ ഇരിക്കുന്നു ആ അവസ്ഥയിൽ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ച് ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 വ്യവസ്ഥകളിലൂടെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ദേഹമുണ്ട്. ദേഹം എന്ന് പറയുന്നത് നമ്മുടെ കാണത്തക്ക നില ത്വക്കുകളൊക്കെ ഉള്ള ശരീരത്തെയാണ് ദേഹം എന്ന് പറയുന്നത്. ദേഹി എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തെയാണ്, നമ്മുടെ മനസ്സിനെയാണ് ദേഹി എന്ന് പറയുന്നത്. ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവമായ കർത്താവ് വിശേഷാൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവ ചൈതന്യത്തെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഈ 3 അവസ്ഥകളിലൂടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ ദൈവം ബൈബിളിനകത്ത് പഠിക്കുമ്പോൾ ത്രിയേകത്വം അഥവാ ത്രിത്വത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ത്രിത്വം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ഒരു അർത്ഥത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 ആളത്വങ്ങളിൽ നിൽക്കുന്ന ഏകദൈവം എന്നുള്ളതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒത്തിരി തർക്ക വിഷയങ്ങളുള്ള വിഷയമാണ്. ചിലർക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ലോജിക്ക് അന്വേഷിക്കാതെ വിശ്വാസത്താൽ അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ നല്ലതാണ്. ഈ ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് ലോജിക്കുണ്ട്, ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടെങ്കിൽ തന്നെയും അത് നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ആകുന്നത് അല്ലെങ്കിൽ അത് ഫലത്തിൽ എത്തിച്ചേരുന്നത് വിശ്വാസത്താലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ തിയോളജി അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുന്നത്, ഇതിൻ്റെ ആ ഐഡന്റിറ്റി, ഇതിൻ്റെ ഒറിജിൻ എന്നൊക്കെ നമുക്ക് വേണേൽ ശാസ്ത്രീയമായി അന്വേഷിച്ച് കണ്ടെത്താവുന്നതാണെങ്കിൽ തന്നെയും ഇതിൻ്റെ എക്സ്പീരിയൻസ്, ഇതിൻ്റെ അനുഭവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായി തീരുന്ന വിശ്വാസത്താലാണ് എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരാൾ തർക്കത്തിന് വന്നാൽ നമുക്ക് വേണമെങ്കിൽ തർക്കിച്ച് കാര്യങ്ങളെ അവന് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് വാസ്തവമാണെങ്കിൽ തന്നെയും ഈ കർത്താവായ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവവുമായിട്ടുള്ള ബന്ധവും ഒക്കെ നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ തക്ക രീതിയിലുള്ളതല്ല. അത് വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കത്തക്ക നിലയിലുള്ളതാണെന്നാണ് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തെ ബൈബിൾ പഠിപ്പിക്കുന്നു. സെയിം പ്രൊസീജിയർ, സെയിം അവസ്ഥയിൽ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 അവസ്ഥകളിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. വളരെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ ഒരു നിലയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു നിലയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ മാത്രമാണ്. മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രസിദ്ധമായ ചോദ്യമാണ്. മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ എന്ന് ചോദിച്ചാൽ മൃഗങ്ങൾക്ക് ആത്മാവില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ബൈബിൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മൃഗങ്ങൾക്ക് ആത്മാവില്ല. പിന്നെ അവർക്ക് എന്തുണ്ട്? അവർക്കൊരു പക്ഷെ ദേഹമുണ്ട്. ദേഹിയും ഒരുപക്ഷെ കാണുമായിരിക്കും. ദേഹി എന്ന് പറഞ്ഞാൽ ആ മൃഗത്തിന്റെ ആ വ്യക്തിത്വം,
ആ ജന്തു ആയിരിക്കുമ്പോൾ തന്നെ ആ ജന്തു ആയിരിക്കുന്ന അവസ്ഥയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. അത് ഒരു പക്ഷെ ഉണ്ടാകുമായിരിക്കും. പക്ഷെ ആത്മാവ് എന്നില്ല. ആത്മാവ് സത്യത്തിൽ ദൈവത്തിന് വസിക്കാനുള്ള ഒരു ഇടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യാത്മാവും ദൈവാത്മാവും ഉണ്ട്. അപ്പൊ ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും ദൈവം ആത്മാവാകുന്നു എന്നാണ്. ഗോഡ് ഈസ് സ്പിരിറ്റ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആത്മാവാകുന്ന ദൈവത്തെ മനുഷ്യൻ നമ്മുടേതായ നഗ്നനേത്രങ്ങൾ കാണത്തക്ക നിലയിൽ ഒരു രൂപസാദൃശ്യത്തിൽ ദൈവം ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതല്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് ഒരു പ്രത്യേക രൂപത്തിൽ നമുക്ക് ദൈവത്തെ ഉണ്ടാക്കിയിടാൻ കഴിയുന്നില്ല. കാരണം ദൈവത്തെ കണ്ടിട്ടില്ലല്ലോ ആരും ദൈവത്തെ കണ്ടിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ദൈവത്തെ ഒരു മനുഷ്യന്റെയോ അല്ലെങ്കിൽ മറ്റേതെന്തെങ്കിലും മൃഗത്തിന്റെയോ ഒക്കെ രൂപസാദൃശ്യം ഉണ്ടാക്കി നമുക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ദൈവം ആത്മാവാകുന്നു എന്നാണ്. ഗോഡ് ഈസ് സ്പിരിറ്റ് എന്ന്. അപ്പം ആത്മാവായ ദൈവത്തെ എങ്ങനെയാണ് നമുക്ക് ഒരു വസ്തുവിന്റെയോ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ രൂപത്തിലാക്കി തരാൻ കഴിയുന്നത്? നമുക്ക് സാധ്യമല്ല. ദൈവത്തിന്റെ മഹാകൃപയാൽ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഫോട്ടോഗ്രാഫി ഇല്ലായിരുന്നു എന്നുള്ളൊരു സന്തോഷം നൽകുന്ന വാർത്തയാണ്. ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ യേശുവിന്റെ ഫോട്ടോ എടുക്കുകയും അത് പിന്നീട് നമുക്ക് ലഭ്യമായി തീരുകയും അങ്ങനെ യേശു പിന്നെ നമുക്ക് ഫോട്ടോയിൽ കണ്ട് അങ്ങനെ ആളുകൾ ആ ഒരു ഫോട്ടോ വെച്ച് യേശുവിനെ നമസ്കരിക്കത്തക്ക നിലയിലൊരു വരുമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ആ കാലഘട്ടത്തിൽ ഫോട്ടോഗ്രാഫി ഇല്ലായിരുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന വിഷയം. പക്ഷെ എങ്കിലും മൈക്കലാഞ്ചലോ പോലുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ആ രൂപം ആവാഹിച്ചെടുത്ത് ആ രീതിയിൽ വരച്ചിട്ടുള്ള യേശുവിനെ ഇന്ന് പലരും നമ്മൾ വീടുകളിൽ തൂക്കുകയും പള്ളികളിൽ തൂക്കുകയും അതിനെ നമസ്കരിക്കുകയും ചെയ്യുന്ന വെറും കാടത്തപരമായ അനാത്മീകമായ ഒരു പ്രവണത ഇന്ന് നടന്നു വരുന്നുണ്ടെന്ന് വാസ്തവമായ കാര്യമാണ്. അത് തെറ്റാണ്, പാപമാണ് എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് 3 പ്രധാന അവസ്ഥയിലൂടെയാണ്. ദേഹം, ദേഹി, ആത്മാവ്. ദേഹം, ദേഹി, ആത്മാവ്. ദേഹം, ദേഹി, ആത്മാവാകുന്ന 3 പ്രതിഭാസങ്ങളിൽ ഒരു മനുഷ്യൻ എന്ന വ്യക്തിത്വം നിലനിൽക്കുന്നത് പോലെ തന്നെയാണ് ബൈബിൾ മുഴുവൻ പ്രതിപാദിക്കുന്ന ഏകദൈവം എന്നുള്ള വസ്തു നിലനിൽക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നത് 3 ദൈവങ്ങളല്ല എന്നും ആ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിത്വത്തിൽ മനുഷ്യനെ പോലെ നിലനിൽക്കുന്ന ഒരേ ഭാവം, ഒരു ഭാവം, ആ ദൈവം ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ആ ഒരു ഭാവമാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പൊ ഏകദൈവമാണോ എന്ന് വെച്ചാൽ ഏകദൈവമാണ്. പിന്നെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ഡിഫറൻസ് ആയിട്ടുള്ള 3 ആളത്തങ്ങൾ എങ്ങനെ എന്നൊരു ചോദ്യം ഉണ്ടാകാം. അത് ഈ 3 ആളത്തങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ആ പ്രവർത്തനത്തെയാണ് അല്ലെങ്കിൽ ആ സംഭവത്തെയാണ് ദൈവമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തിയോളജിന്മാരൊക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ടൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എങ്ങനെയായാലും മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിശുദ്ധ ബൈബിളിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ആ സൃഷ്ടിപ്പിൽ ദൈവത്തിന് സാദൃശ്യീകരിച്ച് സൃഷ്ടിച്ചിരിക്കുന്ന ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ട് ഞാൻ വേഗത്തിൽ ഇരിക്കുവാൻ അല്ലെങ്കിൽ നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 പ്രധാനപ്പെട്ട പ്രതിഭാസങ്ങളിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ദേഹവും ദേഹിയും എല്ലാവരിലും ഒരുപോലെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആത്മാവ് എന്ന് പറയുന്ന വസ്തുത അത് കർത്താവ് യേശുക്രിസ്തുവിനെ അറിയാത്ത ഒരുവന്റെ ജീവിതത്തിൽ അത് മരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എങ്ങനെയാണ് ഈ ആത്മാവ് ജീവിക്കുന്നത്? അത് യേശുക്രിസ്തുവിന് ഒരുവൻ രക്ഷകനായും കർത്താവായിട്ട് സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ ആ വീണ്ടും ജനനാനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ഒരുവനിലുള്ള ആത്മാവ് വീണ്ടും ജീവിക്കപ്പെടുകയും അവൻ കർത്താവ് യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുവാൻ ഇടയായിത്തീരുന്നത്. അങ്ങനെ കർത്താവ് യേശുക്രിസ്തു ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ യേശുവിനെ വസിക്കേണ്ടതിന് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിനൊരിടം എന്ന നിലയിൽ മനുഷ്യാത്മാ ജീവൻ പ്രാപിക്കുകയും അങ്ങനെ ദൈവം അവന്റെ ആത്മാവിനുള്ളിൽ വസിക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവം, ആ ദൈവം മനുഷ്യരായ നമ്മിൽ വസിക്കുന്നു എന്ന് ബൈബിൾ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്.
ആ ദൈവത്തെ ആർക്കും ഒരു നാളും ഉണ്ടാക്കിയെടുപ്പാൻ കഴിയുന്നതല്ല. മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതൊന്നും ദൈവങ്ങളല്ല, ദൈവമാണ് മനുഷ്യനെ ഉണ്ടാക്കിയെടുത്തത്. ദൈവത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതല്ല. ആ ഒരു സത്യം കൂടെ മനസ്സിലാക്കണം. വിഗ്രഹാരാധന എന്ന് പറയുന്നത് വളരെ പാപമായ ഒരു സാഹചര്യമാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വിഗ്രഹാരാധന തെറ്റാണ്. ദൈവത്തെ ആർക്കും ഉണ്ടാകാൻ കഴിയത്തില്ല. പിന്നെ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കാൻ കഴിയുന്നത്? ഞാൻ പറഞ്ഞു വന്നതാണ്. ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കാൻ കഴിയുന്നത്? ദൈവത്തെ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവത്തെ, ആത്മാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലുമാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ആ ദൈവത്തെ നമ്മൾ ആത്മാവിൽ സത്യത്തിലുമാണ് ആരാധിക്കുക. ആത്മാവിൽ എങ്ങനെ നമുക്ക് ആരാധിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് കർത്താവ് യേശു ക്രിസ്തു ഒരു രക്ഷകൻ കർത്താവിനെ സ്വീകരിച്ച് ജീവിപ്പിക്കപ്പെടുക. ആ ആത്മാവിൽ നമുക്ക് ദൈവത്തെ അഭിമുഖീകരിക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സ്പിരിച്വൽ വർഷിപ്പ് അതാണ്. സ്തോത്രം. അതിന് പ്രത്യേക പൂജാ കർമ്മങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അധ്വാനമോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിയോ അല്ല. അതിനപ്പുറമായിട്ട് ആത്മാവിൽ അറിഞ്ഞ് ദൈവത്തെ പാടുകയും സ്തുതിക്കുകയും ചെയ്യുന്ന സാഹചര്യം. അങ്ങനെ ആദ്യത്തെ ആരാധന നടക്കുന്നത് ആത്മാവിലാണ്. അതിനുശേഷം അത് ബഹുസ്ഫുരിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ അത് അനുഭവവേദ്യമായി തീർന്നത്. എങ്ങനെയാണ് ശരീരത്തിൽ അനുഭവം? കൈകളടിക്കുന്നതും ഡാൻസ് ചെയ്യുന്നതും പാടുന്നതും ഒക്കെ അതിന് പുറത്തുള്ള കാര്യങ്ങൾ. എന്നാൽ വാസ്തവത്തിൽ ആരാധന നടക്കുന്നത് അകത്താണ്. ആരാധന അകത്താണ് നടക്കുന്നത്. അകത്ത് കത്തുമ്പോഴാണ് പുറത്ത് അതിന്റെ എക്സ്പ്രഷൻ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു എഞ്ചിൻ പ്രവർത്തിക്കുന്നു. ഒരു വാഹനത്തിന്റെ എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതിന്റെ എഞ്ചിന്റെ അകത്ത് തീ കത്തുകയാണ്. തീ കത്തുമ്പോൾ തീ കത്തിക്കഴിഞ്ഞ ശേഷമാണ് പുറത്ത് അതിന്റെ ഫലം നമുക്കറിയാൻ കഴിയുന്നത് എന്നതുപോലെ ഒരുവൻ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച ആരാധനയുടെ തീ ഇങ്ങനെ കത്തുമ്പോഴാണ് അത് പുറത്ത് ബഹുസ്മരിക്കാനിടയെത്തുന്നത്. ആരാധന അകത്താണ് ഉണ്ടാകേണ്ടത്, പുറത്തല്ല. അപ്പൊ ആരാധന അകത്ത് ഉണ്ടായാൽ പുറത്ത് അതിന്റെ ഫലം നിശ്ചയമായി അറിയും. അവന്റെ കൈകൊട്ടും, അവൻ ഡാൻസ് ചെയ്യും, അവൻ ഈ ശരീരം അനക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യും. പക്ഷേ നമുക്ക് വേറെ കാര്യം കൂടിയുണ്ട്. ഈ പുറത്തിങ്ങനെയൊക്കെ നമുക്ക് ആക്ട് ചെയ്യാനും കഴിയുന്നുള്ളതാണ്. ആക്ട് ചെയ്യാനും കഴിയും. ഇപ്പം ആരാധിക്കുന്ന പോലെ നമുക്ക് കൈകളിച്ച് പാടാൻ കഴിയത്തില്ലേ? ഇപ്പം പാടാൻ കഴിയും. ചിലപ്പോൾ ഇങ്ങനെ തലയൊക്കെ ആട്ടിയൊക്കെ ഇരിക്കാനൊക്കെ കഴിയും. പക്ഷേ ആരാധന അകത്തുണ്ടായില്ലെങ്കിൽ അത് ഒരു ഫലവും നമുക്കുണ്ടാകുന്നതല്ല. അതുകൊണ്ട് ഒരു മെച്ചവും ഉണ്ടാകുന്നില്ല. അങ്ങനത്തെയുള്ള ആരാധന ദൈവം പ്രസാദിക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആരാധന വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു എഞ്ചിൻ്റെ അകത്ത് തീ കത്തുന്ന പോലെ കത്തപ്പെടേണ്ട ഒന്നാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം, നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവം, നമുക്ക് സകലം നൽകി തന്നവനായ ദൈവത്തെ നാം ആരാധിക്കണമെന്ന് പറയുമ്പോൾ ആ ദൈവത്തോട് നന്ദി കരയറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്ത് നമുക്ക് അവന് താങ്ക്സ് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഇത്രത്തോളം അനുഗ്രഹങ്ങളെ നന്മകൾ ചെയ്ത സർവശക്തനായ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു നിശ്ചയമായ ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകമായ ഒരു അനുഭവം, പ്രത്യേകമായൊരു ഒരു സന്തോഷം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. അപ്പം ആരാധിക്കുമ്പോൾ നമുക്കെതിരെയുള്ള ദുഷ്ടപിശാചുകൾ നമ്മൾ ഓടിപ്പോവുകയാണ്. ആരാധിക്കുമ്പോൾ വലിയ വിടുതലുകളും ആശ്വാസവും സംഭവിക്കുന്നു. വലിയ ഡെലിവറൻസ് നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആരാധിക്കുമ്പോൾ രോഗങ്ങൾ സൗഖ്യമാകുന്നു. ആരാധിക്കുമ്പോൾ മറ്റു പല വിടുതലുകൾ നടക്കുകയാണ്. ഇതൊക്കെ വാസ്തവമായ കാര്യമാണ്. കാരണം ആരാധിക്കുന്ന ഇടത്ത് ആരുണ്ട്? ദൈവമുണ്ട്. ദൈവം ഇറങ്ങി വരും. ദൈവത്തെ ഓർക്കുന്നിടത്ത് നിശ്ചയമായും ദൈവം ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ദൈവത്തിന് പ്രത്യേകത. എവിടെ ദൈവത്തെ ഓർക്കുന്നോ, എവിടെ ദൈവത്തെ അന്വേഷിക്കുന്നു, എവിടെ ദൈവത്തെ ആവശ്യമുണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കുന്നു, അവിടെ സർവശക്തനായ ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്, ആരാധിക്കുമ്പോൾ ദൈവപ്രവൃത്തി നമ്മൾ കാണുവാനായിട്ടിടയെത്തിരും. ആരാധിക്കുക. നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപത്തിന് പരിഹാരം വരുത്തി നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് ആരാധിക്കാനുള്ള സാധ്യതകളെ കർത്താവ് ഒരുക്കി തന്നു. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.